ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മോൻ വന്ന ദിവസം എടുത്തൊരു വീഡിയോ കേട്ടോ. മോൻ രാത്രി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു മോനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്ടോന് വന്നു. ആ വീഡിയോ ഒന്ന് ഞാൻ എടുത്തതാണ്. അപ്പോൾ താഴെ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് മോള് ഫോണ് ആയിട്ട് പോയിരിക്കുകയാണ് ഏട്ടൻ്റെ അടുത്തേക്ക്. അപ്പം മോൾ ഏട്ടനെ കണ്ടിട്ട് ഒരു വർഷമായി. ഞാൻ പിന്നെ 1-2 പ്രാവശ്യം നാട്ടിൽ വന്നു പോയതുകൊണ്ട് മോനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര ഏട്ടൻ വരുന്നതുകൊണ്ട് ഭയങ്കര ആങ്സൈറ്റിയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഏട്ടനെ കണ്ടു. അപ്പോൾ അതല്ല ടോർച്ചൊക്കെ അടിച്ചു കൊടുക്കുകയാണ്, ഫോണിൻ്റെ ലൈറ്റൊക്കെ അടിച്ചു കൊടുത്ത് പിന്നെ ഏട്ടനെയും കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ വീഡിയോ ഇടാൻ വൈകുന്നത് നാട്ടിലായതുകൊണ്ട് കുറച്ച് തിരക്കിലാണ്. പിന്നെ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകുന്നത്. ആഫ്റ്റർ 1 ഇയർ എൻ്റെ മോനെ അങ്ങനെ വീഡിയോയിൽ വരുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അമ്മ വീഡിയോ എടുക്കുന്നതിനോടൊന്നും വലിയ ഇതില്ല. അവനെ കാണിക്കുന്നതിന്, അമ്മ വീഡിയോ എടുക്കുന്നതിനല്ല. അങ്ങനെ ഏട്ടൻ വന്ന സമയത്ത് മോനെ കൊണ്ടുവന്നതാണ് കിറ്റ്കാറ്റ് കേട്ടോ. മോക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അതിന് മോൻ വന്ന പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പത്തിരിയും മുട്ടക്കറിയായിരുന്നു. അതുണ്ടാക്കി. ഇഡലിയും ദോശയൊന്നും ഉണ്ടാക്കുകയേ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ വിളിച്ച്. കാരണം ഹോസ്റ്റലിൽ എപ്പോഴും ഇഡലിയും ദോശയും കഴിച്ച് മടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ പത്തിരിയും മുട്ടക്കറി ഉണ്ടാക്കി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ അയൽവാസി പിറ്റേ ദിവസമാണ് അയൽവാസി ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചേട്ടൻ വാങ്ങിയതാണ്. അത് ഞങ്ങൾ അന്ന് ചിക്കൻ്റെ കറി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോള വഴറ്റി അത് ഫുള്ളായൊന്നും ഞാൻ എടുത്തില്ല, കുറച്ച് ഭാഗം എടുത്തുള്ളൂ. അപ്പോഴേക്ക് അതിൻ്റെ ഒരു അയൽവാസി തന്നെ വന്നു വിളിച്ചപ്പം പിന്നെ ഞാൻ വീഡിയോ എടുത്തതൊക്കെ കട്ടാക്കി കേട്ടോ. അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ സവോളയൊക്കെ വഴറ്റിയിട്ട് സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന മാതിരി തന്നെ സിമ്പിളായിട്ട് മല്ലി മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട് ഞാൻ മുളക് തേച്ച് പിടിപ്പിച്ചതാണ് ചിക്കനിൽ. എന്നിട്ട് നന്നായി സവോളയൊക്കെ വഴറ്റിയിട്ട് തക്കാളിയൊക്കെ ഇട്ട് ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് സാധാരണ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി. അത് ഫുള്ളും എടുക്കാനായിട്ടില്ല, നല്ല ചട്ടിയിലായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ അന്ന് പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പം റേഷൻ കടയിൽ പോയിരുന്നിട്ട് റേഷൻ കടയിൽ പോയിട്ട് ആ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ വൈകുന്നേരം ഇതാ മഴയും നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അപ്പം മോനും മോളും കൂടെ കടയിലേക്ക് പോവുകയാണ്. അപ്പം മോള് പറഞ്ഞ ഏട്ടനോട് എന്തൊക്കെയോ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വന്ന ചിലവ്. അപ്പം രണ്ടുപേരും കൂടെ കടയിൽ പോയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ ഈ സിപ്പപ്പ് മഞ്ചാടി എന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കൊടുത്തതാണ്. പിന്നെ വൈകിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പം മോൾക്ക് ഒരു പാനിപ്പൂരി കഴിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവൾ തന്നെ പാനിപ്പൂരീൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ, ഫുള്ളായിട്ടൊന്നും ഇതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് മിക്സാക്കി വെച്ചൊരു വീഡിയോ കേട്ടോ അത്. അങ്ങനെ അവൾ തന്നെ പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കി. കാരണം അവിടെ ആകുമ്പം പിന്നെ എയർ ഫ്രയറിലൊക്കെ ആക്കിയിട്ട് എടുക്കുക ചെയ്യുക. ഇവിടെ നാട്ടിൽ വന്നപ്പം ഓയിലിൽ ഫ്രൈ ചെയ്ത് പൊരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതായി ഇതിൽ ഞാൻ കുറച്ച് ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ പാനിപ്പൂരിൻ്റെ ഇതിൽ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ഓരോ വീഡിയോ എടുത്തതെല്ലാം മിക്സ് ചെയ്ത് ഞാൻ വെച്ചതാട്ടോ.
അങ്ങനെ ഇതാ കുറച്ച് കൊപ്പര ഉണ്ടായിരുന്നു, അത് ഞാൻ ഉണക്കിയതിന് ശേഷം ഞാനതൊക്കെ ഓരോന്ന് അരിഞ്ഞ് വെക്കുകയാണേ. അപ്പോൾ മോളും അമ്മമ്മയും കൂടി അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ചേറ്റുപടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവൾ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുകയാണ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അവിടെ. അപ്പോൾ ഞാൻ കൊപ്പര അരിയൊക്കെ കൂടി ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കേട്ടോ.